നമ്മളെ മൈൻഡിലുള്ളത് ചൈൽഡ്ഹുഡ് ട്രോമ മാത്രമല്ല, പാസ്റ്റ് ലൈഫ് ട്രോമ വരുന്നുണ്ട്, അൺകോൺഷ്യസ് മൈൻഡിൽ ട്രോമ വരുന്നുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിലെ ട്രോമയാണ് ആളുകൾ പറയുന്നത്. അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ 60% ട്രോമ എന്ന് പറയുന്നത് വൂം ട്രോമയാണ്. എനിക്കറിയില്ല, അത് കേരളത്തിൽ ഇതിനെ പറ്റി സംസാരിച്ച ആളുകൾ വളരെ കുറവായിരിക്കും. മേ ബി എല്ലാവരും ചൈൽഡ്ഹുഡ് ട്രോമയാണ് പറയാറ്. പക്ഷെ അതിന് നമ്മളെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് അമ്മ അനുഭവിച്ച ഇമോഷൻസ്, പ്രോബ്ലംസ്, ഇതൊക്കെ നമ്മൾ ബാധിക്കുന്നുണ്ട്. പെൺകുട്ടികളൊക്കെ വന്ന് പറയാറുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ പാമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മ ഭയങ്കര നല്ല രീതിയിലാണ് എന്നെ വളർത്തിയത്, പിന്നെ എന്നിട്ട് എന്താണ് മാം എനിക്കിങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എന്നുള്ളത്. പക്ഷെ അതിതാണ്, ആ സമയത്ത് അച്ഛനും അമ്മയും ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്, അമ്മ പല മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതെല്ലാം ഈ കുഞ്ഞിൽ വരും, DNA വരും, DNA ഇംപ്രിന്റഡ് ആണ്. ശരിക്കും ഒരു പാരന്റ് ആവുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം, എന്തൊക്കെ കാര്യം ചെയ്യണം ഒരു അച്ഛനും അമ്മയും ആവാൻ പോകും? ഞാൻ ആദ്യം പറയാം, അച്ഛനും അമ്മയും ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. അച്ഛനും അമ്മയും ഹീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നീതികേടായിരിക്കും. കാരണം നമ്മൾ ഈ ട്രോമയൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ആ വളർന്നു വരുന്ന കുഞ്ഞിലായിരിക്കും. ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ, അതിപ്പം പലരും കണ്ടത് നമുക്ക് സെൽഫ് ലവിന്റെയും ഈ പറഞ്ഞ മൈൻഡ് പവറിന്റെ ഭാഗമായിട്ട് ചിലർ നമ്മോട് തന്നെ സംസാരിക്കുക എന്ന് പറയാറുണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഭയങ്കര ഫിയർഫുൾ സിറ്റുവേഷൻ ആയിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ഒറ്റയ്ക്ക് ഇരിക്കണമെങ്കിൽ നമ്മൾ ഈ മങ്കി മൈൻഡ് റെഡിയാക്കണം, ഓവർ തിങ്കിങ് റെഡിയാക്കണം. കാരണം ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് പല തോട്ട്സ് വരുന്നു. ഒരു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇമോഷൻ പിടിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഉള്ളത് ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻ, കണ്ണിൽ ഇരുട്ട് കയറുന്നു, അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. അതാണ് ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്, സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയൊരു വാക്ക് കൊണ്ട് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ? ശരിക്കും നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ലേ, അത് ഇൻവിസിബിൾ വേവ്സ് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ വൈഫൈ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല സിഗ്നൽസ്. അതുപോലെ നമ്മൾ സംസാരിക്കുന്നത് വൈഫൈ വേവ്സ് ആയിട്ട് അതുപോലെ പോകുന്നുണ്ട്. നമ്മളെ ഇമോഷൻസും സിഗ്നലായിട്ട് പോകുന്നുണ്ട്. ഞാനിവിടുന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന തോട്ട്സും ഇവിടെയൊക്കെ നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഫ്രീക്വൻസി കിട്ടും. അപ്പം നിങ്ങൾ സംസാരിക്കുന്നത് എനിക്കും കിട്ടും. നമ്മളെ നോക്കി സംസാരിക്കുന്നത് ഇതിനൊരു പാട്ട് തന്നെയാണോ? ശരി, തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മളെ കണ്ണുകളിൽ ഐബോൾസിൽ നോക്കിയിട്ട് സംസാരിക്കുക ചിലവർക്ക് പറ്റില്ല, കരച്ചിൽ വരും. നമ്മളൊരു 1 മിനിറ്റ് എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മിറർ വെച്ചിട്ട് നമ്മൾ 1 മിനിറ്റ് നമ്മൾ ഐബോൾസ് നോക്കി നോക്കുക. ലിറ്ററലി നമ്മൾ കരയും. അത് ശരിക്കും ഒരു സോൾ പ്യൂരിഫിക്കേഷൻ ആണ്. അപ്പോൾ അത് ട്രോമ റിലീസിങ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെടുക്കാം. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുക. അതേപോലെ ആരെങ്കിലും ഒരാൾ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ന് ഞാനത് ചെയ്ത് കാണിക്കും എന്നും ചിന്തിക്കാറുണ്ട്. ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസം എന്താ ശരിക്കും തോന്നുന്നത്? അത് നിങ്ങളുടെ ഗോൾഡൻ ഷാഡോ ആയിരിക്കും. കാരണം ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം അത് ഒരു അഡ്വാൻറ്റേജ് ആക്കി എടുത്തിട്ട് ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം നീ ആ കരിയറിൽ സക്സസ് ആവില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്നാ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പം അത് ശരിക്കും നല്ലൊരു അഡ്വാൻറ്റേജാണ്. ചില ആളുകൾ അതും പിടിച്ചിങ്ങനെ ഇരിക്കും, അയ്യോ ഞാനൊന്നിനും കൊള്ളില്ല, അത് വിക്ടിം മെന്റാലിറ്റിയാണ്. ഈ വിക്ടിം മെന്റാലിറ്റി ലാസ്റ്റ് എത്തുക ഡിപ്രഷനിലോട്ടാണ്. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു മൈൻഡ് പവർ കോച്ചാണ് ഡോക്ടർ ശ്രീവിദ്യ അനുവാണ്. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു. എനിക്കൊന്ന് വലിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ മുഖം എനിക്കൊന്ന് മലയാളികൾക്ക് സുപരിചിതമാണ്. അറിയില്ല ആയിരിക്കും. ഞാൻ പലതവണ മാമിൻ്റെ വീഡിയോസ് കാണുമ്പോഴേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് നമുക്ക് തോന്നും. ഇപ്പൊ പല ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പല വീഡിയോസ് കാണുമ്പോൾ ഇത് ഫേക്ക് ആയിരിക്കും എന്നിട്ട് നമ്മൾ വിട്ട് കളയാറുണ്ട്. പലപ്പോഴും 1 ടൈം എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നമുക്ക് തോന്നുന്ന തരത്തിലാണ് വീഡിയോ. അത് പറയാറുണ്ടോ ആളുകള്? തീർച്ചയായിട്ടും. ക്ലാസ്സിൽ ആളുകൾ വരുന്നത് വീഡിയോസ് ഷോർട്സ് കണ്ടിട്ടും പിന്നെ ക്ലാസ്സിൽ വന്ന് റിസൾട്ട് കിട്ടിയ ആളുകൾ പറഞ്ഞറിഞ്ഞിട്ടും അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ ഗേൾ നെക്സ്റ്റ് ഡോർ അങ്ങനെ ഒരു ഫീൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ വരുന്നത്. അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യാറ്. ഇപ്പൊ നമ്മളിപ്പോ കോച്ചാണെന്ന് പറഞ്ഞ് ഹെഡ് വെയിറ്റ് ഇട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ അവരെ ലെവലിൽ ഇറങ്ങി അല്ലെ അവരെ സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ മാത്രമേ അവർക്കൊരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാൻ ഓൾറെഡി ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന എന്റെ റൂമിൽ വെച്ചിട്ട് ആരെയാണ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോണേ, അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ശ്രീവിദ്യനാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം ഒരു മൈൻഡ് പവർ കോച്ചാണ്. അപ്പോൾ ആലോചിച്ച് എന്താണ് ഈ മൈൻഡ് പവർ കോച്ച്, അത് എന്താണെന്ന് ആളുകൾക്ക് ഇപ്പോഴും കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ശരിക്കും എന്താണ് ഈ മൈൻഡ് പവർ, അല്ലെങ്കിൽ ക്ലാസ്സസ് എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ ഒരു പരിപാടി എന്ന് ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാവോ? അതായത് ഇപ്പോൾ ആളുകള് ലൈഫിൽ എല്ലാ രീതിയിലും പല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളായിരിക്കും. ഇപ്പം
ഇപ്പം ചില ആളുകൾക്ക് വർഷങ്ങളായിട്ട് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു, ജോലി കിട്ടുന്നില്ല, സൊസൈറ്റിയുടെ പ്രഷർ. പിന്നെ ചില ആളുകൾക്ക് ആങ്സൈറ്റി ആയിരിക്കും, ആളുകളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. ചില ആളുകൾക്ക് സ്ലീപ്ലെസ് നൈറ്റ് ആയിരിക്കും, ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ചില ആളുകൾക്ക് പിന്നെ ഹെൽത്തിലായിരിക്കും പ്രോബ്ലം ഉണ്ടാവുക. ചില ആളുകൾക്ക് റിജക്ഷൻസ് ആയിരിക്കും, ഒരു റിലേഷൻഷിപ്പും വർക്ക്ഔട്ട് ആവില്ല, ബ്രേക്കപ്സ് ആണെങ്കിലും. അതിപ്പം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്പ് മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ബ്രേക്കപ്പ് ആവുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാറ്റേണും ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളെ കൈപിടിച്ചുയർത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. അത് ഞാൻ പേർപ്പസ്ഫുള്ളി ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത ആളല്ല, ലൈഫ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതാണ്. കാരണം എൻ്റെ ലൈഫിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ തന്നെ എൻ്റെ മെൻറ്ററായി മാറി, കോച്ചായി മാറി. എന്നെ ഞാൻ എങ്ങനെ ട്രെയിൻ ചെയ്തു, കംപ്ലീറ്റ് ഞാൻ സക്സസ് ആയി എന്നൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഈ ജേർണിയിൽ ഞാൻ കുറേ ആളുകളെ കൂട്ടുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണുന്നവരുണ്ട്, ഒരു കൗൺസിലിംഗ് കൂടുന്നവരുണ്ട്. ഇപ്പം ഒരു മൈൻഡ് പവർ കോച്ച് ഒരു ക്ലാസ്സസ് കൊടുക്കുന്ന സമയത്ത് ശരിക്കും ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കണേ? കൗൺസിലിംഗ് ഞാനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ ഈ സൈക്കോളജിസ്റ്റിനെ ബ്ലെയിം ചെയ്ത് പറയുമൊന്നുമല്ല. അതെന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അതായത് ഒരുപാട് കൗൺസിലിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്തു, പക്ഷെ ആ ഒരു ടൈമിൽ അവരൊക്കെ എൻ്റെ പ്രോബ്ലംസ് എല്ലാം മാറി എന്ന് അവർ വിശ്വസിക്കുന്നു. വെരി നെക്സ്റ്റ് ഡേ നമ്മൾ പഴയ ആൾ തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കോൺഷ്യസ് മൈൻഡാണ്. നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ കോൺഷ്യസ് മൈൻഡാണ് കേൾക്കുന്നത്. നമ്മൾ കോൺഷ്യസ് മൈൻഡിന് 10% മാത്രമേ കഴിവുള്ളൂ, എബിലിറ്റി ഉള്ളൂ. ബാക്കി നമ്മളെ ലൈഫിലൊരു മാറ്റം വരണമെങ്കിൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മാറാൻ കഴിയില്ല. ഇപ്പൊ 90% നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഞാൻ ഇവിടെ പിടിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കമ്പ്യൂട്ടർ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യുന്നു, അതായത് ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ അവരെ 0 to 14 years ഓഫ് കണ്ടീഷനിങ്, പേരൻസ് പറഞ്ഞ കാര്യങ്ങൾ, അടുത്തുള്ള ആൾ, സൊസൈറ്റി പറഞ്ഞ കാര്യങ്ങൾ, അവർ കേട്ട കാര്യങ്ങൾ, ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ സൊസൈറ്റി കണ്ടീഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ മൈൻഡിൽ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ഔട്ടർ വേൾഡ്, നമ്മളെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് റീപ്രോഗ്രാം ചെയ്തിട്ട് അവർ പുതിയ ഐഡൻറ്റിറ്റിയിലോട്ട് എത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. അല്ലാതെ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ ഒന്നുമല്ല. അല്ല, ഞാൻ ഓൾറെഡി ഇങ്ങനെ ചിന്തിക്കാറ്, ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ഇപ്പോൾ പറഞ്ഞ പോലെ ശരീരം അല്ലെങ്കിൽ പുറമേയുള്ള ഭംഗിയൊക്കെ നോക്കുമ്പം ഈ മൈൻഡിനെ ആരും അത്ര മൈൻഡ് ചെയ്യാറില്ല. കാരണം ഇപ്പൊ പറയുമ്പോഴാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അതും കൂടി ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. സോ അതിനൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയോ? ഇപ്പോൾ ഒരുപാട് ക്ലാസ്സസ് എടുക്കുന്നു, അപ്പോൾ ആളുകൾ മാറി തുടങ്ങിയോ, അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തുടങ്ങിയോ എന്ന് ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തോന്നുന്നുണ്ടോ? ആളുകൾ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ഫാമിലി തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു 4-5 പേര് ഓവർ തിങ്കിങ്, ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ക്ലാസ്സിൽ വന്നിട്ട് അങ്ങനെ പറഞ്ഞ് ആളുകൾ മാറുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള വീഡിയോസ്, എനിക്ക് തോന്നുന്നു റീൽസിലൊക്കെ ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മൈൻഡിനെ പറ്റിയുള്ള വീഡിയോസാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ആളുകൾ അവെയറാണ് അതിനെപ്പറ്റി. പണ്ടാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ 10 ആളെ വിളിച്ച് പറയും, എൻ്റെ പ്രോബ്ലം ഇതാണ്, അല്ലെ, എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറയുന്നത്. നമുക്കൊരു സൊല്യൂഷൻ അവിടെ കിട്ടുന്നില്ല. നമ്മൾ മാറാതെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടില്ല. ഇപ്പം ഞാൻ ഷിജിന എൻ്റെ അടുത്ത് വന്ന് വിഷമം പറയുന്നത്, ഞാൻ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞാൽ ഷിജിനയുടെ പ്രോബ്ലം മാറുമോ? ഇല്ല. അത് ഷിജിന വിചാരിക്കണം, എവിടെയാണ് എനിക്ക് ഫോൾട്ട് ഉള്ളത്, എവിടെയാണ് ഞാൻ റീപ്രോഗ്രാം ചെയ്യേണ്ടത്, എന്താണ് എനിക്ക് വേണ്ടത് എന്ന്. അതിന് അവെയർ ആക്കുന്ന ഒരു ക്ലാസ്സാണിത്. അതിലൂടെ ഹീലിങ്ങും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പുതിയൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് സ്പേസ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന ഹീലിംഗ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മളെ മൈൻഡിലുള്ളത് ചൈൽഡ്ഹുഡ് ട്രോമ മാത്രമല്ല, പാസ്റ്റ് ലൈഫ് ട്രോമ വരുന്നുണ്ട്, അൺകോൺഷ്യസ് മൈൻഡിൽ ട്രോമ വരുന്നുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിലെ ട്രോമയാണ് ആളുകൾ പറയുന്നത്. അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ 60% ട്രോമ എന്ന് പറയുന്നത് വൂം ട്രോമയാണ്. എനിക്കറിയില്ല, അത് കേരളത്തിൽ ഇതിനെ പറ്റി സംസാരിച്ച ആളുകൾ വളരെ കുറവായിരിക്കും മേ ബി. അപ്പം എല്ലാവരും ചൈൽഡ്ഹുഡ് ട്രോമയാണ് പറയാറ്. പക്ഷെ അതിന് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് അമ്മ അനുഭവിച്ച ഇമോഷൻസ്, പ്രോബ്ലംസ്, ഇതൊക്കെ നമ്മൾ ബാധിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പുറത്തുനിന്ന് കുട്ടിക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വരാറുണ്ട്. ചിലപ്പോൾ എന്തിനാണ് ഇപ്പൊ ഓൾറെഡി ഓരോരുത്തർ ക്യാരക്ടർ എന്ന് പറയുന്നുണ്ട്. ശരിക്കും ചില പെൺകുട്ടികളൊക്കെ വന്ന് പറയാറുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ പാമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മ ഭയങ്കര നല്ല രീതിയിലാണ് എന്നെ വളർത്തിയത്, പിന്നെ എന്നിട്ട് എന്താണ് മാം എനിക്കിങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എന്നുള്ളത്. പക്ഷെ അതിതാണ്,
ആ സമയത്ത് അച്ഛനും അമ്മയും ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്, അമ്മ പല മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതെല്ലാം ഈ കുഞ്ഞിൽ വരും, DNA വരും, DNA ഇംപ്രിന്റഡ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു പാരൻസ് ആവുന്നതിന് മുൻപ് ഇന്നത്തെ കുട്ടികൾ ഇപ്പം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു കുട്ടി വരുമ്പോൾ ഒരു സാഹചര്യം സൃഷ്ടിച്ചതിന് ശേഷം കുട്ടികൾ മതി എന്ന് തീരുമാനം എടുക്കുന്ന ഒരുപാട് പാരൻസ് ഇപ്പം വന്നിട്ടുണ്ട്. ഒരു കണക്കിന് നല്ലതെന്നും പറയാം, അവരുടെ ഒരു ജീവിത സാഹചര്യം ബെറ്റർ ആവുന്ന രീതിയിൽ ചിലപ്പോൾ ആ ജീവിത സാഹചര്യം വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം. ശരിക്കും ഒരു പാരന്റ് ആവുന്നതിന് മുമ്പ് ശരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം, എന്തൊക്കെ കാര്യം ചെയ്യണം ഒരു അച്ഛനും അമ്മയും ആവാൻ പോകുമ്പോൾ? നോർമലി ആളുകൾ ഇത് നമ്മൾ 3 ഡയമെൻഷനിലാണോ ജീവിക്കുന്നത്. ഇവിടെ ആളുകൾ, ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ പറയും നമ്മൾ സേവിങ്സ്, കുട്ടികൾ ഉണ്ടാവുന്നതിന് മുന്നേ ഇത്ര രൂപ സേവ് ചെയ്യണം, അല്ല അവർക്ക് വേണ്ടി സേവ് ചെയ്യണം. പക്ഷെ ഞാൻ ആദ്യം പറയാം, അച്ഛനും അമ്മയും ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. അച്ഛനും അമ്മയും ഹീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നീതികേടായിരിക്കും. കാരണം നമ്മൾ ഈ ട്രോമയൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ആ വളർന്നു വരുന്ന കുഞ്ഞിലായിരിക്കും. കുഞ്ഞ് സഫക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇയേഴ്സ് ഓഫ് കണ്ടീഷനിങ് ഉള്ള നമ്മളുടെ ഉള്ളിലുള്ള ട്രോമയും ഹസ്ബൻഡിനുള്ളിലുള്ള ട്രോമയും ഇത് രണ്ടും കുഞ്ഞിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള പേരൻസ് ഒക്കെ ഉണ്ടാകുന്നത്. കാരണം അവർ പറയുന്നത് പോലെ എല്ലാം ചെയ്യണം, അവർ പറയുന്ന പോലെ ഡ്രസ്സ് ചെയ്യണം, അവർ പറയുന്ന കരിയർ ചൂസ് ചെയ്യണം. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പേരൻസിനെ ഫോർഗീവ് ചെയ്യണം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നോ? അതിൻ്റെ കമൻസ് വായിച്ചിരുന്നോ? കാരണം അത് ഫുൾ തെറിയാണ്, അതിലെ കമൻസ് ഫുൾ ബാഡ് ആയിട്ടുള്ള കമൻസ് ആണ്. അപ്പോൾ ആളുകൾക്ക് അറിയില്ല എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫോർഗിവ്നെസ് എന്നുള്ളത്. നമ്മൾ പേരൻസിനെ ഫോർഗിവ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ഫോർഗിവ് ചെയ്യുന്നത്. കാരണം നമ്മളെ റൂട്ടാണ് പേരൻസ്. റൂട്ട് ബെറ്റർ ആയാലേ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. ശരിയാ, അതൊരു നല്ല പോയിന്റ്. കാരണം ഇപ്പോൾ ഷിജിന ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിലും നമ്മളെ പേരൻറ്റുമായിട്ട് കോഡഡ് ആണ്, നമ്മൾ പാരൻ്റായിട്ട് കണക്റ്റഡ് ആണ്. അവരെ ഇമോഷൻസായിട്ട് നമ്മളെ ഇമോഷൻസ് കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ അവരെ ഹീൽ ചെയ്യാത്തടത്തോളം കാലം നമ്മളോടുള്ള ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ സെൽഫ് ലവ്, എല്ലാവരും പറയും എനിക്ക് സെൽഫ് ലവ് ഉണ്ട്, ഞാൻ എനിക്ക് വേണ്ടി അത് ചെയ്യുന്നു. നിങ്ങൾ പേരൻസിനെ ഫോർഗിവ് ചെയ്യുന്നുണ്ടോ? നിങ്ങളെ ഫോർഗിവ് ചെയ്യുന്നുണ്ടോ? സെൽഫ് ലവ് എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ഫോർഗിവ്നെസ് ആണ്. ഒരാൾ എത്രത്തോളം അയാളെ ഹീൽ ചെയ്യുന്നു, അയാളോട് ക്ഷമിക്കുന്നു, ചുറ്റുമുള്ളവരോട് ക്ഷമിക്കുന്നു, അത്രത്തോളം അയാൾക്ക് സെൽഫ് ലവ്, സ്പിരിച്വാലിറ്റിയിലോട്ട് എത്താൻ കഴിയുമെന്നുള്ളതാണ്. ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ, അതിപ്പം പലരും കണ്ടത് നമുക്ക് സെൽഫ് ലവിന്റെയും ഈ പറഞ്ഞ മൈൻഡ് പവറിന്റെ ഭാഗമായിട്ട് ചിലർ നമ്മോട് തന്നെ സംസാരിക്കുക എന്ന് പറയാറുണ്ട്. ശരിക്കും അത് ഒരാൾക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് തരുന്നതാണോ ഈ ഒറ്റയ്ക്കുള്ള സംസാരം? ഒറ്റയ്ക്ക് സംസാരിക്കാൻ വലിയ കറേജ് വേണം. ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഭയങ്കര ഫിയർഫുൾ സിറ്റുവേഷൻ ആയിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അതെ, കാരണം ഒറ്റയ്ക്കിരിക്കാൻ പേടിയുള്ള ആളുകളുണ്ട്. കാരണം ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് പല പല തോട്ട്സ് വരുന്നു. ഒരു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇമോഷൻ പിടിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഉള്ളത് ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻ, കണ്ണിൽ ഇരുട്ട് കയറുന്നു, അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതാണ് ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്, സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് നമ്മളെ കമ്പനി ആസ്വദിക്കുക, നമ്മൾ വേറൊരു വേൾഡിലോട്ട് പോവുക, നമ്മളുടേതായ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക, നമ്മളുടേതായ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ അത് ഒരു പരിധി വരെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ സുഖം എത്രത്തോളാണെന്നുള്ളത്. അപ്പോൾ അത് വലിയൊരു കറേജാണ് ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത്. ആ ഒറ്റയ്ക്കിരിക്കണമെങ്കിൽ നമ്മൾ ഈ മങ്കി മൈൻഡ് റെഡിയാക്കണം, ഓവർ തിങ്കിങ് റെഡിയാക്കണം. പീസ്ഫുൾ സ്റ്റേജിൽ നമുക്ക് എത്താൻ കഴിയണം. കാരണം എന്ന് വെച്ച് എപ്പോഴും പീസ്ഫുൾ ആവാൻ ആർക്കും പറ്റില്ല. അപ്പോൾ കുറേ പേർക്ക് ഭയങ്കര സന്തോഷം ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുന്ന, ഒറ്റയ്ക്ക് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുന്ന. ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഭയങ്കര മൈൻഡിൽ ഭയങ്കര പവറുള്ള ആളുകളായിരിക്കും എന്നാണ് ആ പോസ്റ്റിൽ കണ്ടിട്ടുള്ളത്. ശരിക്കും അങ്ങനെയുള്ളവര് ഭയങ്കര മൈൻഡ് പവറുള്ള ആളുകൾ തന്നെയായിരിക്കും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനൊരു കറേജ് വേണം. അതിന് സൊസൈറ്റിയോട് ഫൈറ്റ് ചെയ്തിട്ട് കൂടെയല്ല. ഇപ്പം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആളുകൾ, ഇപ്പം കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്ന പെൺകുട്ടികളില്ലേ, അതിലേക്ക് വരുമായിരുന്നു ശരിക്കും. അപ്പോൾ എത്രയോ പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല എന്ന്, ഇപ്പം എന്നെ മേക്കപ്പ് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ്, പേരൊന്നും ഞാൻ പറയുന്നില്ല, അവർ ഒറ്റ സോളോ ട്രിപ്പ് പോകുന്ന ആളാണ്. സൊസൈറ്റിക്കെതിരെ ഫാമിലിയിലേക്ക് കുടുംബ ബന്ധങ്ങളിലേക്ക് പോകാൻ ഇഷ്ടമല്ലാത്ത ആളാണ്. കാരണം ബ്ലെയിം ചെയ്യുമെന്നുള്ള പേടിയുണ്ട്. കാരണം അവർക്ക് അവരുടേതായ തീരുമാനങ്ങളാണ്. അവർക്കിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ഒരു കോഫി കുടിക്കാൻ ഒരു മുംബൈയിൽ പോകണം, അല്ലെങ്കിൽ ഡൽഹിയിൽ പോകണം, ഒരു ഫ്ലൈറ്റ് എടുത്ത് പോവുകയാണ്. അപ്പോൾ അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ്. അപ്പം ഓരോരുത്തർക്കും അവരുടേതായ വേൾഡ് ഉണ്ട്, അവരുടേതായ റൂൾസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കാനും വലിയൊരു കറേജ് വേണം.
അതെ. സൊസൈറ്റിയോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ആ ഒരു കറേജ് എന്ന് പറയുന്നത് ആ ഒരു സെൽഫ് ലവ്, മൈൻഡ് പവർ ഉള്ളത് കൊണ്ട് തന്നെയല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾ, അതിപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിളായി അവർക്ക് ജോലിയുണ്ട്, അവർ ഹാപ്പിയാണ്. എങ്കിലും കല്യാണം എന്നൊരു ഡിസിഷനിലേക്ക് വരുമ്പം കല്യാണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ പോകുമ്പം ചില പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടാവാം അവർക്ക് ഒരു ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ ഒരു കല്യാണം കഴിക്കാനോ എന്തുകൊണ്ടാണ് അവർ പേടിക്കുന്നത്? അവർക്ക് പിന്നെ അവരുടേതായ രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ ഈ റൂളൊന്ന് ബ്രേക്ക് ചെയ്യണം. പണ്ട് തൊട്ടേ ജനറേഷൻസ് ആയിട്ട് കൈമാറി വന്ന കുറെ തീരുമാനങ്ങളുണ്ട്, കുറെ ചടങ്ങുകളുണ്ട് അല്ലെ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് പെൺകുട്ടികളാണെങ്കിൽ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പാടില്ല, അത് റൂളാണ് അല്ലെ. ആൺകുട്ടികളോട് അധികം സംസാരിക്കാൻ പാടില്ല, ആരെയും വിശ്വസിക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള റൂൾസ് ബ്രേക്ക് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവുമായിരിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ 2000 ആ ഒരു സമയത്തുള്ള കുട്ടികളും അല്ലെ, 2K കിഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവർക്ക് അവരുടേതായ ലൈഫ് അവരും ജീവിക്കട്ടെ. കാരണം അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. ഇപ്പൊ അമ്മാവൻ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക്, അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് 2K കിഡ്സിന്റെ അടുത്ത് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുതിയ വരുന്ന ജനറേഷൻ ഉണ്ടല്ലോ, ഒരുപാട് അപ്ഡേറ്റഡ് ആയ സോൾസ് ആണ്. അപ്പോൾ നമ്മളൊക്കെ പഴയ ഇതാണ്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ്, ലൈഫ് സ്റ്റൈല്, സംസാര രീതി. ഇപ്പം ഏജ് അല്ല ഒരു മനുഷ്യനെ മെച്യൂരിറ്റിയിലോട്ട് എത്തിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. അത് സൊസൈറ്റിയിൽ ഒരുപാട് ആളുകൾ മാറാനുണ്ട്. ഏജിന്റെ കാറ്റഗറിയിൽ സെപ്പറേഷൻസ് കാണുന്നു. റെസ്പെക്ട് മൂത്തവർക്ക് മാത്രമാണ്. അല്ല, റെസ്പെക്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കണം. അവരും ഇൻഡിവിജ്വൽ ആണ്, അവരും ഹ്യൂമൻ ബീങ് ആണ്. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ പ്രായത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഇപ്പം എനിക്കിപ്പോൾ 26 വയസ്സായി. ഇപ്പൊ ചുറ്റുള്ള ആൾക്കാർ 26 വയസ്സായി, കല്യാണം കഴിക്കണം, കുട്ടികളെ പ്രസവിക്കണം, കുറച്ചും കൂടി സെറ്റിൽഡ് ആവണം, സമയം ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. ചിലപ്പോൾ എനിക്ക് ആ ടെൻഷൻ ഇല്ല. ഇപ്പം എൻ്റെ ഒരു തോട്ടില് ഏജ്, ഇപ്പൊ പറഞ്ഞ പോലെ ഏജ് അല്ല, നമുക്ക് ഏത് സമയത്തും എന്തും ചെയ്യാം എന്നതാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ ചുറ്റുള്ള ആൾക്കാർ ഭയങ്കര ഒരു പ്രഷർ തരുന്നുണ്ട്. അപ്പം ഏജിന് നമ്മൾ ഇത്രയും പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ഇല്ല. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. ഇപ്പം ചിലവർക്ക് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന ആളുകളുണ്ടാവും. ചിലവർക്ക് പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ടാവാം. ചില ആൾക്ക് കല്യാണമേ വേണ്ട എന്നായിരിക്കും. അത് ഓരോരുത്തരുടെ തീരുമാനമാണ്. എന്തായാലും നമ്മൾ മനസ്സമാധാനമായി ജീവിക്കുക എന്നുള്ളൊരു ഫാക്റ്റാണ് ആദ്യം വേണ്ടത്. നമ്മളെ ഹാപ്പിനെസ്, നമ്മൾ ഓക്കെ ആണോ, നമ്മൾ ഓക്കെ ആണ്, നമ്മൾ ചില്ലാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അത്രേ ഉള്ളൂ. അതാണ്. ഇപ്പൊ ചില വാക്കുകൾ കൊണ്ടൊക്കെ നമ്മുടെ മൈൻഡ് പവർ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് കൂട്ടാൻ പറ്റുമെന്ന് ഇപ്പോൾ ഓൾറെഡി ക്ലാസ്സസിലും ഞാൻ കേട്ടിട്ടുള്ളത്, കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്, ചില വാക്കുകൾ ഉപയോഗിച്ച് അവർക്കത് സക്സസ് ആവാൻ പറ്റി, ചില കാര്യങ്ങൾ ലൈഫിൽ നടക്കണമെന്ന് ആഗ്രഹിച്ച് നടന്നു എന്നതാണ് ഒരുപാട് പേര് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് നമ്മുടെ വീഡിയോസ് ചെയ്ത് അല്ലെങ്കിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത ശേഷം കണ്ടത്. അപ്പോൾ ശരിക്കും ഒരു ചെറിയൊരു വാക്ക് കൊണ്ട് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ? ശരിക്കും നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ലേ, അത് ഇൻവിസിബിൾ വേവ്സ് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ വൈഫൈ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല സിഗ്നൽസ്. അതുപോലെ നമ്മൾ സംസാരിക്കുന്നത് വൈഫൈ വേവ്സ് ആയിട്ട് അതുപോലെ പോകുന്നുണ്ട്. നമ്മളെ ഇമോഷൻസും സിഗ്നലായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന തോട്ട്സും ഇവിടെയൊക്കെ നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഫ്രീക്വൻസി കിട്ടും. അപ്പം നിങ്ങൾ സംസാരിക്കുന്നത് എനിക്കും കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ വേർഡ്സിന് ഫ്രീക്വൻസി ഉണ്ട്. ചില വാക്കുകൾക്ക് വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി ഉണ്ട്. ആ വേർഡ് നമ്മൾ നിരന്തരം യൂസ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് എത്താൻ പറ്റും. പക്ഷെ ആ രീതിയിൽ നമ്മൾ ഇമോഷനും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര 10 times പവർഫുൾ ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതൊരു ഉദാഹരണത്തിന് ഇപ്പോൾ പാലിയ ഭട്ടൊക്കെ ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. പാലിയ ഭട്ടൊക്കെ മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആൾക്കൊരു അവാർഡ് കിട്ടണമെങ്കിൽ ആളത് ഒരു 3 months ബാക്ക് അല്ലെങ്കിൽ 2 months ബാക്ക് അവാർഡ് കിട്ടിയതായിട്ട് മിററിൽ പോയിട്ട് അത് ആക്ട് ആസ് ഇഫ് മെത്തേഡ്. അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം വേണം, അത് കിട്ടിയതായി നമ്മൾ ഓൾറെഡി കിട്ടിയതായിട്ട് അഭിനയിക്കാം. ഓക്കെ. അപ്പോൾ കണ്ണാടിയിൽ നോക്കി നമ്മൾ പറയുകയാണ് ഓൾറെഡി അവാർഡ് അച്ചീവ് ചെയ്തു, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഫീൽ ചെയ്യുക, ബോഡിയിൽ ഫീൽ ചെയ്യണം, സെല്ലുലാർ ലെവലിൽ അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 3 months നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും. ശരിക്കത് എപ്പോഴും നമ്മള് എല്ലാ കാര്യങ്ങളും മിററാണ് നമ്മുടെ എപ്പോഴും ഒരു ആയുധം. നമുക്കിപ്പം അവാർഡ് കിട്ടിയാലും അല്ലെങ്കിൽ എന്ത് സക്സസ് ഉണ്ടെങ്കിലും ഇമോഷൻസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ കാണിക്കുന്നത് മിററാണ്. നമ്മളെ നോക്കി സംസാരിക്കുന്നത്
ഇതിനൊരു പാട്ട് തന്നെയാണോ ശരിക്കും? തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മളെ കണ്ണുകളിൽ ഐബോൾസിൽ നോക്കിയിട്ട് സംസാരിക്കുക ചിലവർക്ക് പറ്റില്ല, കരച്ചിൽ വരും. നമ്മളൊരു 1 മിനിറ്റ് എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മിറർ വെച്ചിട്ട് നമ്മൾ 1 മിനിറ്റ് നമ്മൾ ഐബോൾസ് നോക്കി നോക്കുക, ലിറ്ററലി നമ്മൾ കരയും. അത് ശരിക്കും ഒരു സോൾ പ്യൂരിഫിക്കേഷൻ ആണ്. അപ്പോൾ അത് ട്രോമ റിലീസിങ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെടുക്കാം. അതുപോലെ നമ്മൾ മിറർ അഫർമേഷൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ആവാൻ പറ്റും. നമ്മളെ ബോഡി ലാംഗ്വേജ് മാറും, വേ ഓഫ് ടോക്കിംഗ് മാറും. ഭയങ്കരമായിട്ട് നമുക്കൊരു വിൽ പവർ, ഒരു കോൺഫിഡൻസ് കിട്ടും അതിലൂടെ. ഓക്കേ, എല്ലാവരും ട്രൈ ചെയ്യാന്നൊക്കെ. ഈ ആളുകളുടെ ജഡ്ജ്മെന്റിൽ പേടിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ചിലപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാത്ത ആളുകളും ഉണ്ട്. സോ ഇപ്പോഴത്തെ ഒരുപാട് പേര് അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും അടുത്ത ജനറേഷൻ ഭയങ്കര ലക്കിയാണ്. നമ്മൾ ഫൈറ്റ് ചെയ്ത ഒരു ഫ്രീഡം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എൻജോയ് ചെയ്യാതെ കടന്നുപോയ ഒരുപാട് പേര് റിഗ്രറ്റ് ഫീൽഡിൽ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും. സോ അതെങ്ങനെ അവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും? അതിനൊരു ഏജ് തടസ്സമാണോ? റിഗ്രറ്റ് അല്ല. ഏജ് ഇപ്പം ഏജ്ഡ് ആയ ആളുകൾ ഇപ്പൊ ട്രിപ്പ് പോകുന്നു അല്ലെ, ഇപ്പൊ എൻജോയ് ചെയ്യുന്നു. പണ്ട് ചിലപ്പോ അവരെ മക്കൾ പോകുമ്പോ അവര് ജഡ്ജ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവരിപ്പം കാലം മാറിയില്ല, ഒരുപാട് മാറി. ഇപ്പം നമുക്ക് റീൽസിലൂടെ, സോഷ്യൽ മീഡിയ, ചാറ്റ് GPT ഒക്കെ ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്, ലോക പരിചയം കിട്ടുന്നുണ്ട്. ഒരാൾ യാത്ര ചെയ്താൽ തന്നെ അവരുടെ ലൈഫ് അവർക്ക് മാറ്റാൻ പറ്റും. ഇപ്പം ഞാനും ഹസ്ബൻഡ് ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ യാത്രയിലൂടെ തന്നെ വലിയ ഹീലിംഗ് നടക്കാറുണ്ട്. നമുക്ക് ഓരോ യാത്രയും നമ്മൾ പുതിയ വ്യക്തിയാക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ യാത്രകൾ ചെയ്യുന്നതിലൂടെ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു വ്യക്തിനെ മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ള തോട്ട് മാറ്റണമെങ്കിൽ ആ പെർട്ടിക്കുലർ വ്യക്തി തന്നെ വിചാരിക്കണം. അവരെ ട്രെയിൻ ചെയ്യണം. ഞാനതാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ മെൻറ്ററായി എന്ന് പറഞ്ഞില്ലേ, അത് കുറച്ച് ഡിഫിക്കൽട്ട് പ്രോസസ്സ് തന്നെയായിരുന്നു, എളുപ്പമായിരുന്നില്ല. അതുപോലെ നമ്മളെ മെൻറ്റർ ആവണം. നമ്മൾക്ക്, അതായത് ഒരു കുഞ്ഞ് ബേബീനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യും, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മ എങ്ങനെ ആ കുഞ്ഞിനെ കെയർ ചെയ്യും, അതുപോലെ നമ്മളെ ഉള്ളിലൊരു ബേബി ഉണ്ട്, നമ്മളെ ഉള്ളിലൊരു കുഞ്ഞുണ്ട്. അത് ചിലപ്പോൾ കയറ് പൊട്ടിച്ചിറങ്ങി വരും റോങ് പ്ലേസിൽ. ചിലപ്പോൾ നമുക്ക് തോന്നില്ലേ ഞാനിത് പറയണ്ടായിരുന്നു, ഇങ്ങനെ റിയാക്ട് ചെയ്യാം, വളരെ ഫീലിംഗ് സ്മോൾ എന്നൊക്കെ തോന്നും. എനിക്ക് തോന്നാറുണ്ട് ചില സമയത്ത്. അപ്പം അത് നമ്മളെ ഉള്ളിലുള്ള ഹിഡൻ ആയിട്ടുള്ള ആ ബേബി പുറത്ത് വരികയാണ്. അപ്പം ആ ബേബീനെ നമ്മൾ നല്ല രീതിയിൽ നൈസായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ കെയർ ചെയ്യാൻ നോക്കും. ആദ്യം നമ്മളെ ശ്രദ്ധിക്കാം, നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാം. അത് വലിയൊരു തോട്ടാണ് ശരിക്കും. നമ്മൾ ബാക്കിയുള്ളവരെയാണ് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കണേ, നമ്മൾ ഓക്കെ ആണോ എന്ന് ആദ്യം ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. സത്യം. അതുപോലെ ഇപ്പം ലവ് ആണെങ്കിലും പുറത്ത് സീക്ക് ചെയ്ത് പോകാതെ നമുക്ക് കൊടുക്കൂ. എന്തിനാണ് ഈ ലവ് ഇങ്ങനെ അൺകണ്ടീഷണലായി കൊടുക്കുന്നതിന് മുന്നേ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ നോക്കൂ. അത് നമ്മൾ സ്നേഹിക്കും എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ തന്നെ സ്വയം സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ചുറ്റുള്ള ആളുകൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങും. തീർച്ചയായിട്ടും. അത് നേരത്തെ പറഞ്ഞ വൈഫൈ സിഗ്നൽസ് പറഞ്ഞില്ലേ, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ലവ് ഫ്രീക്വൻസി ആണ്. ഉറപ്പായിട്ട് അവർക്ക് നമ്മളോട് ചിരിക്കാൻ തോന്നും. ചിലപ്പോൾ ഞാനിപ്പം ഷിജിനെ പറ്റി എപ്പോഴും ജഡ്ജ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും മനസ്സിൽ, പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പക്ഷെ ഷിജിനൊക്കെ എൻ്റെ പ്രസൻസിൽ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ഈവൻ ദോ ഞാൻ സ്മൈൽ ചെയ്യുകയാണെങ്കിലും എൻ്റെ എനർജിക്കും ഷിജിനയുടെ എനർജിക്കും കള്ളം പറയാൻ പറ്റില്ല. നെഗറ്റീവ് എനർജി ഉണ്ടാവും ചിലർ വരുമ്പോ എന്ന് പറയാറുണ്ട്, എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെ, അത് കറക്റ്റ് ആണ്. അതായത് ചിലവരുടെ പ്രസൻസിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും, ചിലവരുടെ പ്രസൻസിൽ നമുക്ക് ഹെഡ് ഏക്ക് വരും. ഭയങ്കര നമ്മുടെ ബോഡി തന്നെ അതിന് സിഗ്നൽ തരാൻ തുടങ്ങും. ചിലവർ സംസാരിച്ച് പോയി കഴിയുമ്പോൾ നമ്മളെ എനർജി ഒക്കെ ഡ്രെയിൻഡ് ഔട്ട് ആയ പോലെ തോന്നാറുണ്ടോ? ഇപ്പൊ ചിലവര് വന്നു പറയും ഇപ്പം എല്ലാം തുറന്നു പറഞ്ഞപ്പോ ഭയങ്കര ആശ്വാസം. പക്ഷെ ആശ്വാസം എന്താണ്? നമ്മളെ പോസിറ്റീവ് എനർജി അവരെടുത്തിട്ടാ പോകുന്നത്, അവരെ നെഗറ്റീവ് എനർജി ഇവിടെ ഡംപ് ചെയ്തിട്ടാ പോകുന്നത്. നമ്മളവിടെ സ്ട്രഗിൾ ചെയ്യും കുറച്ചു നേരം. ഇപ്പോൾ എനിക്കിപ്പോൾ പേഴ്സണൽ സെഷനിലൊക്കെ ആളുകൾ വന്നിട്ട് അവർ പഴയ കാര്യങ്ങളും അവരുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ ഇതിലേക്ക് ഡംപ് ചെയ്യാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് റിക്കവർ ആവാൻ കുറച്ച് ടൈം എടുക്കും. അത് ഞാൻ ചിന്തിച്ചു, ഇപ്പൊ ഇത്രയും ഒരുപാട് ആളുകൾ ഇപ്പൊ മാമിനെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്ന് പറയുന്നവരുണ്ടാവുമല്ലോ, ഇത്ര ആൾക്കാരുടെ കഥയാണ് കേൾക്കുന്നത്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിന്ന് കരയുന്നവരുണ്ട്. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ അവരുടെ കൂടെ കരയാൻ പറ്റാതെ ശരിക്കും കരയരുത് എന്നാണ്, ശരിക്കും ചിലപ്പോൾ നമുക്ക് കരഞ്ഞു പോകുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. എങ്ങനെ ശരിക്കും എങ്ങനെ അത് പിടിച്ചു നിർത്താറുണ്ട് ശരിക്കും ഡോക്ടർ? ശരിക്കും ഇപ്പം ചില സിറ്റുവേഷനിൽ മനസ്സ് വേദനിച്ചാലും നമ്മളത് കാണിക്കാൻ പാടില്ല. ചില സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ചില സിറ്റുവേഷനിൽ ഞാൻ ആക്ച്വലി എൻ്റെ എല്ലാ മാക്സിമം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ നോക്കാറുണ്ട് ക്ലാസ്സിൽ. ഇപ്പം എൻ്റെ എല്ലാ വശവും എൻ്റെ സ്റ്റുഡൻസിന് അറിയാം. ഇപ്പം ഹാപ്പിനെസ് ആണ് ഹാപ്പിനെസ് കാണിക്കും. ഇപ്പം എൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് എപ്പോഴും
നമ്മളൊരു ടീമിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ടി വരും. ഇപ്പം മൈൻഡ് പവർ കൊച്ചാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാണ്ടിരിക്കുക, അങ്ങനെയില്ല. ദേഷ്യപ്പെടേണ്ട അടുത്ത് ദേഷ്യപ്പെടും, സ്മൈൽ ചെയ്യേണ്ട അടുത്ത് സ്മൈൽ ചെയ്യും, ലവ് കൊടുക്കേണ്ട അടുത്ത് ലവ്, എല്ലാം ഓപ്പൺ ആണ്. ഇപ്പം നമ്മളെ ഉള്ളിലൊന്നുമില്ല, നമ്മളെ ഉള്ളിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ഫ്രീക്വൻസി നമുക്ക് കിട്ടും. നമുക്ക് ഒരു ബേർഡൻ ഉണ്ടാവില്ല, എല്ലാം നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇത്ര ആളുകൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സൊന്ന് കൂളാവണല്ലോ. അപ്പൊ ഇത്രയും ആൾക്കാരുടെ കഥകൾ കേൾക്കുന്നു, ഇവരുടെ വിഷമങ്ങൾ നമ്മുടെ കൂടെ വിഷമങ്ങളുടെ ഭാഗമായി വരുന്നു, നമ്മൾ അവരോട് കാര്യമായി സംസാരിക്കുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എത്ര വിഷമം മറ്റുള്ളവർ നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുമല്ലോ. അപ്പം സ്വയം നമ്മളൊന്ന് ക്ലിയർ ആവാൻ ഓക്കെ ആവാൻ വേണ്ടിയിട്ട് എന്താ ശരിക്കും ചെയ്യുക സെൽഫായിട്ട്? ഞാൻ ശരിക്കും ബൗണ്ടറി സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം അവരുടെ പ്രോബ്ലംസ് ഒക്കെ കേട്ടാലും ഞാൻ മൈൻഡിലേക്ക് എടുക്കാതെ ഇമോഷണൽ ബൗണ്ടറി സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് സെൽഫ് ഹീലിംഗ് ഞാൻ ചെയ്യാറുണ്ട്, സോൾട്ട് വാട്ടർ ബാത്ത് ചെയ്യാറുണ്ട്, അഗർബത്തി ഹീലിംഗ്, അങ്ങനെ ഒരുപാട് ഹീലിംഗ് എനിക്ക് ഞാൻ സെൽഫായിട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഹീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ എത്ര കോൺഫിഡന്റ് ആണെങ്കിലും ഇപ്പൊ നമുക്കൊരു സമയത്ത് ഇപ്പൊ ഞാൻ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് എനിക്ക് ഇൻട്രോ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ എനിക്ക് തലയിൽ കൂടെ പോവാ. ശരിക്കും ഒന്ന് മൈൻഡ് ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പൊടിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പ്രേക്ഷകർക്കും കൂടി വേണ്ടി. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പം അല്ലെങ്കിൽ ഇപ്പം എനിക്കാണെങ്കിൽ ഇപ്പം മോഹൻലാലൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, എത്ര എക്സ്പീരിയൻസ്ഡ് ആയ ആക്ടർ ആണെങ്കിലും ഒരു സീൻ ചെയ്യാൻ പോകുമ്പോൾ ഒരു ടെൻഷനാണ്. ആദ്യത്തെ സിനിമ സെറ്റിൽ പോകുമ്പോൾ ചിത്രാമ്മ പാട്ട് പാടാൻ പോകുമ്പോൾ ടെൻഷനാണ്. ആ ടെൻഷൻ സ്ട്രെസ് എനിക്കുണ്ട്. ഇപ്പം ഓരോ ക്ലാസ് ഡേ 1 ഡേ 2 ഇപ്പം ഡേ 14th ആയിട്ടുണ്ടാവും, എന്നാലും എനിക്കൊരു ചെറിയ ടെൻഷൻ വരും. അപ്പം അത് ഇപ്പം ഇന്റർവ്യൂവിന് വരുമ്പോഴും എനിക്ക് അതുണ്ടായിരുന്നു. അപ്പം അത് എല്ലാവർക്കും മനുഷ്യ സഹജമാണത്. അപ്പം അത് റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ആങ്സൈറ്റി ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ ലങ്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറയും. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ആദ്യം റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് വിൻഡോ ബ്രീത്തിങ് ആണ് ഏറ്റവും ബെസ്റ്റ്. 4:4:4:4. ഇൻഹെയിൽ ചെയ്യുമ്പം കൗണ്ട് ചെയ്യുക 1 2 3 4, ഹോൾഡ് ചെയ്യുക അവിടെ 1 2 3 4, എക്സെയിൽ ത്രൂ യുവർ മൗത്ത് 1 2 3 4, അഗെയിൻ ഹോൾഡ് ചെയ്യുക. അതൊരു 5 സൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാമായി. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നെർവസ് സിസ്റ്റം കാം ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ കോർട്ടിസോളാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കാം ഡൗൺ ആക്കി സെറോട്ടോണിൻ റിലീസ് ആവാൻ തുടങ്ങും. ഹാപ്പി ഹോർമോൺ. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു നിന്നെ കൊണ്ട് ഇത് പറ്റും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുക. അതേപോലെ ആരെങ്കിലും ഒരാൾ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ന് ഞാനത് ചെയ്ത് കാണിക്കും എന്ന് ചിന്തിക്കാറുണ്ട്. ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസം എന്താ ശരിക്കും തോന്നുന്നത്? അത് നിങ്ങളുടെ ഗോൾഡൻ ഷാഡോ ആയിരിക്കും. കാരണം ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം അത് ഒരു അഡ്വാൻറ്റേജ് ആക്കി എടുത്തിട്ട് ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം നീ ആ കരിയറിൽ സക്സസ് ആവില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, എന്നാ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പം അത് ശരിക്കും നല്ലൊരു അഡ്വാൻറ്റേജാ. ചില ആളുകൾ അതും പിടിച്ചിങ്ങനെ ഇരിക്കും, അയ്യോ ഞാനൊന്നിനും കൊള്ളില്ല, അവരെന്നെ. അത് അത് വിക്ടിം മെന്റാലിറ്റിയാണ്. അപ്പോൾ ഈ വിക്ടിം മെന്റാലിറ്റി ലാസ്റ്റ് എത്തുക ഡിപ്രഷനിലോട്ടാണ്. ഇവര് ഇങ്ങനെയുള്ള ഇപ്പം നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് എല്ലാ ചലഞ്ചസും ഓവർകം ചെയ്യാനുള്ള കഴിവുള്ളെന്ന് അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. ഞാനൊരു സെൽഫ് മോട്ടിവേറ്റഡ് മനസ്സിലാക്കിയിരിക്കുന്നതൊക്കെ. ഇപ്പം ഒരുപാട് ഏജ് ഗ്രൂപ്പിൽ ആളുകൾ വന്ന് സംസാരിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഏത് ഏജ് ഗ്രൂപ്പിലെ ആളുകളാണ് വന്ന് സംസാരിക്കാറ്? 25 to 35 40 ഇയേഴ്സിൻ്റെ ഇടയിലുള്ള ആളുകൾ, പെൺകുട്ടികൾ വരാറുണ്ട്, ആൺകുട്ടികളും വരാറുണ്ട്. കാരണം പിന്നെ ഇപ്പം പെൺകുട്ടികളൊക്കെ ഒരുപാട് പേര് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, ഓൺലൈൻ ബിസിനസ്സും ഒക്കെ ആയിട്ട്. അപ്പം ബിസിനസ് മെച്ചപ്പെടുത്താനും ചിലപ്പം ബ്രേക്കപ്പിൽ നിന്ന് ഓവർകം ചെയ്യാനും അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇപ്പം ആൺകുട്ടികളിലാണെങ്കിൽ ആങ്സൈറ്റിക്ക് മെഡിസിൻ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പുറത്ത് പറയാതെ ഹിഡൻ ആയിട്ട്. അപ്പം സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ വരാറുണ്ട്. നമ്മൾ പുറത്ത് കാണുമ്പം അവർക്ക് ഒരു പ്രശ്നമില്ല എന്ന് തോന്നും, പക്ഷെ അവരുള്ളിൽ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ എൻ്റെ അടുത്ത് മാത്രമേ ഓപ്പൺ ചെയ്യാറുള്ളൂ. അവരിപ്പം പുറത്താരെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടി കാരണം. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും വരാറുള്ളത്. പിന്നെ കരിയറിൽ സ്റ്റക്കായിട്ടുള്ള ആളുകൾ വരാറുണ്ട്. PSC 10 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, ജോലി കിട്ടുന്നില്ല, അങ്ങനെയുള്ള ആളുകൾ വരാറുണ്ട്. റിലേഷൻഷിപ്പ് ചലഞ്ചസ് ഉള്ള ആളുകൾ വരാറുണ്ട്, ഹസ്ബൻഡും വൈഫുമായിട്ടുള്ള പ്രോബ്ലംസ്, സംസാരമില്ല. പിന്നെ ഹെൽത്ത് ചലഞ്ചുള്ള ആളുകൾ വരാറുണ്ട്. പിന്നെ മണി ചലഞ്ചുള്ള ആളുകൾ വരാറുണ്ട്.
ഇപ്പൊ നമ്മൾ പല ഇൻസ്റ്റഗ്രാം റീൽസ് ആണല്ലോ ഇപ്പൊ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണേ. അപ്പൊ അതിലെപ്പോഴും പറയും നമ്മളെപ്പോഴും എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഭയങ്കര സീക്രട്ട് ആയിട്ട് വെക്കുക. ഈവിളായി ഇപ്പൊ ഒരു വീട് വെക്കാൻ പോകുമ്പോൾ, ഒരു കാറ് വാങ്ങാൻ പോകുമ്പോൾ ആരും അറിയരുത്. പ്രത്യേകിച്ച് സാധാരണക്കാരുടെ ആളുകൾ എപ്പോഴും അത് വീട്ടിൽ നിന്നായാലും നീ എന്ത് ചെയ്യാൻ പോയാലും അത് അറിയരുത്, ആരും സീക്രട്ട് ആയിട്ട് വെക്കണം എന്ന് പറയാറുണ്ട്. ഈ ഈവിളായി ശരിക്കും അതിൽ വിശ്വാസം ഉണ്ടോ? അതൊരു റിയാലിറ്റി ആണോ? എന്താ അതിനെ കുറിച്ച് അഭിപ്രായം? എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ഈവിളായി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. ഇല്ല. ഈവിളായി ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വർക്കാവും എന്നുള്ളതാണ്. അത് നമ്മളെ വിശ്വാസത്തിൻ്റെ ആ ഒരു ശക്തി, ആ ഒരു സ്ട്രെങ്ത് അനുസരിച്ചാണ്. ഇപ്പം ഞാൻ എന്താണോ വിശ്വസിക്കുന്നത് അതേ എൻ്റെ ലൈഫിൽ വരുള്ളൂ. ഇപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുകയാണ് പേടിച്ചുകൊണ്ട്, ഫിയർ ഫ്രീക്വൻസിയിൽ ഞാൻ ചിന്തിക്കുകയാണ്. അതായത് ഞാൻ ഇപ്പോൾ പേടിച്ച് ആളുകൾ എന്നെ പറയുമോ, അല്ലെങ്കിൽ ഞാനിപ്പം വീട് വെക്കുമെന്ന് പറഞ്ഞാൽ അതെനിക്ക് വെക്കാണ്ടിരിക്കാൻ പറ്റുമോ, എനിക്ക് മണി ലോസ് വരുമോ, പിന്നെ എനിക്ക് കൂടോത്രം ഉണ്ടോ, ബ്ലാക്ക് മാജിക് ഉണ്ടോ, ഇതൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കുള്ളൂ എൻ്റെ ലൈഫ്. എപ്പോഴും പേടിച്ച് ജീവിക്കാനും വിക്റ്റിമായിട്ട് ഞാൻ ജീവിക്കേണ്ടി വരും. അതേസമയം ഞാൻ ഇതൊന്നും ഇല്ല, അല്ലെങ്കിൽ പിന്നെ എന്നെ ഇതൊന്നും ബാധിക്കില്ല. എത്ര ആളുകൾ പറഞ്ഞാലും എൻ്റെ മൈൻഡ് സ്ട്രോങ് ആണ്, എന്നെ ഇതൊന്നും ബാധിക്കില്ല. അറ്റ് ദ സെയിം ടൈം നിങ്ങളെ ഹീൽ ചെയ്യുകയും ചെയ്യണം. അല്ലാതെ ഉള്ളിൽ വേസ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങളിപ്പം ഈവിളായി ഉണ്ടെന്ന് ചിന്തിച്ചാൽ അത് ഉറപ്പായിട്ട് നടക്കും, 100% നടക്കും. സെയിം ടൈം നിങ്ങളെ ഹീൽ ചെയ്ത് നിങ്ങളെ പ്യുവർ ആക്കിയതിന് ശേഷം നിങ്ങൾ ഓറ പെർഫെക്റ്റ് ആക്കണം. ഓറ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, ഓറിക് ഫീൽഡ് പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈവിളായിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഈവിളായി നിങ്ങളെ പിടിക്കും. ഇപ്പം എപ്പോഴും നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തും ഒരു ആഗ്രഹം മനസ്സിൽ വെക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം നമ്മുടെ കൂടെ ഉണ്ടാവും, അത് നടക്കുമെന്ന് പറയാറുണ്ട്. ഇപ്പൊ പല വീഡിയോസിൽ നമ്മൾ കാണാറുണ്ട്, ഇപ്പം അങ്ങനെ ഒരു കാര്യം വിഷ് ചെയ്തതിനു ശേഷം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത്ര എമൗണ്ട് കയ്യിൽ കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയും കാണാറുണ്ട്. എനിക്ക് അങ്ങനെ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. 24 മണിക്കൂർ കൊണ്ട് അല്ലെ 1 മണിക്കൂർ കൊണ്ടൊന്നും നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. കാരണം ഈ സ്ട്രോങ് ബിലീഫ് അല്ലെങ്കിൽ നമ്മളെ ഇമോഷൻസും ഫ്രീക്വൻസിയും മാറ്റാതെ, ഇത് വീണ്ടും ഇതിലോട്ട് വരുന്നത് നമ്മൾ കംപ്ലീറ്റ് ഫിസിക്സിലാണ് നമ്മളെ ലൈഫ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നാളെ 1 ലക്ഷം രൂപ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ നാളെ മാനിഫെസ്റ്റ് ആവില്ല. പക്ഷെ വേറൊരു കാര്യം, യൂണിവേഴ്സിന് 1 രൂപ എന്ന് പറയുന്നത് 1 crore എന്ന് പറയുന്നത് യൂണിവേഴ്സിന് സെയിമാ. പക്ഷെ നമ്മൾ വിശ്വസിക്കണം. നാളെ രാവിലെ തന്നെ എനിക്ക് 1 crore rupees ക്രെഡിറ്റ് ആവുന്ന നമ്മൾ വിശ്വസിക്കോ? ഇല്ല. പക്ഷെ 1 രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലേ? അതെ. അപ്പോൾ അത് വിശ്വാസമുള്ളതുകൊണ്ട് അത് നടക്കും. അപ്പോൾ 1 ലക്ഷം രൂപ കിട്ടും, നമുക്ക് സ്ട്രോങ് ബിലീഫ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ടെക്നിക്കലല്ല കാര്യം. ആ ഒരു ഇതിൽ നിങ്ങളുടെ മൈൻഡിന്റെ സ്ട്രെങ്ത് കൂട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബിഗിനേഴ്സിനൊന്നും ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ഇത്രയും എമൗണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അത്രയും മണി കണ്ട് ശീലായിട്ട് നമ്മൾ മണി വൂൺസ് കംപ്ലീറ്റ് മാറിയിട്ട് നമുക്ക് മണിയായിട്ടൊരു പരിചയം വന്നു കഴിഞ്ഞാൽ ചിലപ്പം പറ്റുമായിരിക്കും. മണിയായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് നമ്മൾ ആളുകളോടുള്ള റിലേഷൻഷിപ്പ് വെക്കുന്ന പോലെ തന്നെ മണിയും ഒരു എനർജിയാണ്. മണിയായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ബെറ്റർ ആക്കി കഴിഞ്ഞാൽ മാത്രമേ മണി നമ്മുടെ അടുത്തേക്ക് ഫ്ലോ ആവുള്ളൂ. അതിപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് കൂടിയാലും ചിലരുടെ സമാധാനം നഷ്ടപ്പെടും എന്ന് പറയാറില്ലേ? അതിനൊരു ബന്ധമുണ്ടോ? എങ്ങനെ പൈസ വന്നു കഴിഞ്ഞാൽ സമാധാനം നഷ്ടപ്പെടും? അതൊക്കെ നമ്മൾ ഓരോ സിനിമകൾ കണ്ടിട്ട് ഉണ്ടാക്കി വെച്ച ഓരോ തോട്ട്സ് അല്ലേ. റിയാലിറ്റിയിൽ അത് ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പം ഒരാളടുത്ത് നമുക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ പിന്നെ ഒരാളടുത്ത് നമ്മളെ പറ്റി എപ്പോഴും അവിടെ പോകുമ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യും, നീ തടിച്ചിട്ടാണ്, നീ കറുത്തിട്ടാണ്, നിന്നെ ഒന്നിനും കൂടുതൽ അങ്ങനെ പറയുന്ന ആളടുത്ത് നമ്മൾ പോവോ? ഇല്ല. അപ്പം നമ്മൾ മണി എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്, പേടിയാണ്. പൈസ കയ്യിൽ വന്ന ചിലവായി പോകുന്നുള്ള പേടി, ചിലവായ പേടി. പൈസ എന്ന് കേൾക്കുമ്പം വരുന്ന ഇമോഷൻ ഫിയർ ഉള്ളിടത്ത് മണി വരില്ല. മണീനെ ആര് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, അവോയ്ഡ് ചെയ്യുന്നു, അവിടെ മണി പോവില്ല. മണിക്ക് എപ്പോഴും ഒരു എക്സിറ്റിംഗ് മോഡാണ്, നിൽക്കില്ല, ഫ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ നാളെ വേറൊരാളുടെ അടുത്തായിരിക്കും, പെർമനൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കില്ല. പക്ഷേ നമ്മൾ ഡിസേർവിങ് ആണെങ്കിൽ നമ്മളടുത്ത് അത് വന്നുകൊണ്ടേയിരിക്കും. പോയാലും ഡബിളായിട്ട് നമ്മളടുത്ത് വന്നുകൊണ്ടിരിക്കും. ഇപ്പം കുറച്ചുകൂടെ സ്പിരിച്വലായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അമ്പലത്തിലും പള്ളിയിലും പോയി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാം. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് മൈൻഡല്ലേ കേൾക്കുന്നത്, കല്ലല്ല കേൾക്കുന്നത്. കല്ലിനേക്കാളും പവർ ഇവിടെ ഉണ്ട്, മൈൻഡിലുണ്ട്. മൈൻഡാണ് കേൾക്കുന്നത്. മൈൻഡിൽ നമ്മൾ നിരന്തരം ഇത് കേട്ടിട്ടാണ് ആ കാര്യം ചിലപ്പോൾ ഫലിക്കുന്നുണ്ടാവുക. അതേസമയം എൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മാറ്റിത്തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും കഷ്ടപ്പാടാണ് വരുന്നത്. കാരണം കഷ്ടപ്പാട് ഈസ് എ നെഗറ്റീവ് വേർഡ്. അപ്പം നെഗറ്റീവ് കാര്യം, കഷ്ടപ്പാട് വരട്ടെ, കൂടുതൽ ഹാവ് മോർ, കുറേ വരാൻ തുടങ്ങും കഷ്ടപ്പാട്. അതേസമയം നമ്മൾ ഐ എം ഹെൽത്തി അല്ലെങ്കിൽ ഐ എം വൈസ്, ആ രീതിയിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ കാര്യം വരും. നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നെഗറ്റീവ് വേർഡാണ് യൂസ് ചെയ്യുന്നത്.
അതൊരു കല്ലിനെ സാക്ഷിയാക്കി നമ്മൾ മൈൻഡിനോടാ പറയുന്നത്. ആദ്യം കേൾക്കുന്ന മൈൻഡാണ്. ഓക്കെ. ഇപ്പം എല്ലാവരുടെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കൽ തന്നെ എപ്പോഴെങ്കിലും ഒരു ചൈൽഡ് അബ്യൂസ് നേരിട്ടിട്ടുള്ള കുട്ടികളെ നമുക്ക് കാണാം. ഇന്ന് മുതിർന്ന ആളുകളായാലും പറയാനൊരു കഥയുണ്ടാവും പണ്ട്. ഇപ്പം റേപ്പ് കേസസ് ആയാലും ചൈൽഡ് അബ്യൂസ് ആയാലും ഓരോ ദിവസം അത് എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് കുറയുന്നില്ല. ഇപ്പൊ അത് നേരിട്ട് അനുഭവിച്ചവരുടെ അവസ്ഥ ഉണ്ടാവുമല്ലോ. ചെറിയ കുട്ടികളാണ്, ചിലപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നത് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സമയം ഉണ്ടാവും. അതിപ്പോ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾക്കും ഇത് ഇപ്പൊ സംഭവിക്കുന്നുണ്ട്. എനിക്ക് ആൺകുട്ടികൾക്കാണ് ഇത് കൂടുതലും, പക്ഷെ അത് അവര് തുറന്ന് പറയുന്നില്ല എന്ന് മാത്രം. അപ്പം ഇത് നേരിട്ട വ്യക്തിന് എങ്ങനെയാ ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരിക? ഓക്കെ, ഞാൻ ക്ലാസ്സിൽ ആൺകുട്ടികൾ വന്ന് ഇത് റിവീൽ ചെയ്യുമ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ആൺകുട്ടികളും ഇതിന് വിക്ടിംസ് ആവുന്നുണ്ട് എന്നുള്ളത്. കാരണം പെൺകുട്ടികളെ നമുക്കറിയാം, കോമൺ ആണ്. ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങൾ പോലും അതിനിരയാവുന്നുണ്ട്. അപ്പോൾ അത് അവരെ ഏത് രീതിയിൽ ബാധിക്കുന്ന അവർക്ക് ചെറുപ്പത്തിൽ മനസ്സിലാവില്ല. ഇപ്പോൾ ഒരാളെ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കലി അബ്യൂസ് ചെയ്ത് അവരങ്ങ് പോകുന്നു. പിന്നെ ആ 30 years അല്ലെങ്കിൽ 20 years നമ്മളെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു കാര്യം പറഞ്ഞ്, ഈ ഒരു കാര്യം ചിന്തിച്ച് ഷെയിം ഫീലിംഗ്, ഇത് ഞാൻ കാരണമാണോ അങ്ങനെ ചെയ്തത്, എൻ്റെ മിസ്റ്റേക്കാണോ, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലേ, ഞാൻ അവരുടെ അബ്യൂസ് ചെയ്തപ്പെട്ട ഒരാളാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഇമോഷണലി അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 20 years 30 years. അപ്പോൾ പിന്നെ ഇതിൽ നിന്നും നമുക്ക് റിക്കവർ ആവാൻ തീർച്ചയായിട്ടും പറ്റും. കാരണം ഇത് നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ഫ്യൂച്ചർ ലൈഫിലാണ്. നമ്മളിപ്പോൾ ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ആ ഒരാൾ ട്രസ്റ്റ് ഇഷ്യൂ വരും, റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂ വരുന്നു. എപ്പോഴും ഒരു ഫിയർ ആയിരിക്കും, പിന്നെ സോഷ്യൽ ആങ്സൈറ്റി ആയിരിക്കും, കോൺഫിഡൻസ് ഒട്ടും ഉണ്ടാവില്ല. ഒരാൾ അത്രയും ടാലൻറ്റഡ് ആയ ഒരു കുട്ടിയുടെ ലൈഫ് നശിക്കുന്നത് ഈ ഒരു അബ്യൂസിലൂടെയാണ്. അത് ആണായാലും പെണ്ണായാലും. ആൺകുട്ടികൾ സഫർ ചെയ്യുന്നത് മേ ബി ഇതൊക്കെ കൊണ്ടായിരിക്കും, പക്ഷെ പുറത്ത് പറയാൻ പറ്റുന്നില്ല. പേരൻസിനോട് പോലും ഷെയർ ചെയ്യാത്ത ആൺകുട്ടികളുണ്ട് ക്ലാസ്സിലൊന്ന് പറയാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലാസ്സിലൂടെ വന്നിട്ട് ഇത് പൂർണ്ണമായിട്ടും ഈ ഒരു കാര്യം ഹീൽ ചെയ്തിട്ട് അവർ സക്സസ്സിലോട്ട് എത്തിയിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. ചിലപ്പോൾ ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട്. ഇപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കട്ടെ, ഇതിന് ഇപ്പം അബ്യൂസ് ചെയ്യുന്ന ആളുണ്ടല്ലോ, ഇപ്പം അവരുടെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ ചെറിയ കുട്ടികളാണ്. അവരുടെ എന്ത് സെക്ഷൽ ഫീൽ തോന്നിയിട്ടാണ് ഇത് ചെയ്യുന്നത് പോലും നമുക്ക് മനസ്സിലാവില്ല. അവരുടെ ഒരു തോട്ട് എങ്ങനെയായിരിക്കും ശരിക്കും? അവർക്കും ചിലപ്പോൾ അവർ ചെയ്ത തെറ്റ് തിരുത്താനുള്ള സാഹചര്യം വരും, അല്ലെങ്കിൽ അത് തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവർക്കും അതിന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ? ഇപ്പം വിക്ടിമായ ആളും ഇത് ചെയ്ത ആൾക്കും രണ്ടുപേർക്കും ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. ഇപ്പം ഞാൻ ഒരാളോട് ദേഷ്യപ്പെട്ടു, ആ ഒരാളെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെക്കാളും പ്രശ്നം എനിക്കല്ലേ ഉണ്ടാവുക. ഞാൻ ചിന്തിക്കില്ല, അയ്യോ വേണ്ടായിരുന്നു, എന്തിനാ ദേഷ്യപ്പെട്ടത്, അവരുടെ അവസ്ഥ എന്തായിരിക്കും, നമ്മൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് അബ്യൂസ് ചെയ്ത ആളും ചെയ്യപ്പെട്ട ആളും രണ്ടുപേരും കണക്റ്റഡ് ആണ്. ആ എൻ്റെ ഇമോഷൻ അവിടെ ഹീൽ ചെയ്യുന്നിടത്തോളം കാലം അവരും ആ ഒരു ഇത് കൊണ്ട് നടക്കും ബേർഡൻ. വൺസ് ഞാൻ എന്നെ ഹീൽ ചെയ്ത് അവരും ഫ്രീ ആയി. എനർജി എക്സ്ചേഞ്ച്. അങ്ങനെയോ? യെസ്. അവരുടെ ലൈഫിൽ ഇതിപ്പം നമ്മൾ ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ബാധിക്കും. ഇപ്പോൾ നമ്മളിപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുറത്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്ക് സൈഡിൽ ബിഹൈൻഡ് ദ സീൻ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫ് അത് നമ്മൾ അനലൈസ് ചെയ്താൽ മനസ്സിലാവും ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അവരിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഹീൽ ചെയ്തിട്ട് അത് മാറ്റുകയാണെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ എപ്പോഴും മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ അസുഖങ്ങളിലൂടെ വരാം, ചിലപ്പം ബ്ലോക്കായിട്ട് വരാം, എന്തെങ്കിലും പിന്നെ കരിയറിൽ ബ്ലോക്ക് വരാം, മണി ലോസ് വരാം. ഈ കാർമിക് നമ്മൾ ചെയ്യുന്ന കർമ്മയുടെ എഫക്റ്റ് ഇത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ചിലപ്പോൾ അവരുടെ മക്കളിലൂടെ വരും. അത് ഈ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ ശരിക്കും? യെസ്, ഉണ്ട്. അത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് എന്തായാലും തിരിച്ചടി കിട്ടും, അല്ലെങ്കിൽ എന്തായാലും കർമ്മ പോലെ തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്നുണ്ട്? ഉണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഗിൽറ്റ് ഫീലിംഗ് ആണ് അവിടെ കൊടുക്കുന്നത്. നമ്മളെ ഉള്ളിലാണ് നമ്മളത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. നമ്മളെ ഉള്ളിൽ ഗിൽറ്റ് ഫീൽ ഉള്ളിടത്തോളം കാലം നമുക്കത് വീണ്ടും നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കും. ജീവിതത്തെ വളരെ സിമ്പിൾ ആയിട്ട് കാണാം, അല്ലാതെ ഭയങ്കര പിടിച്ചിരുത്തി ഇതിങ്ങനെ കൃത്യമായിട്ട് ഒരു ചിട്ട വേണമെന്നുണ്ടോ ലൈഫിൽ? ഇപ്പം സിമ്പിൾ ആയിട്ട് കാണാന്ന് പറയുമ്പോഴും ജീവിതത്തിൽ ഒരു ചിട്ട വേണമെന്ന് പറയാറുണ്ട്. ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, ഇത്ര മണിക്ക് ഉറങ്ങണം, നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുറച്ച് ബിസിനസ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഇന്ന് ചെയ്താൽ നാളെ ഒരു റിസൾട്ട് കിട്ടും, ഒരു 5 വർഷത്തിന് ശേഷം റിസൾട്ട് കിട്ടും എന്ന് പറയും. ലൈഫിന് സിമ്പിൾ, ചില ഒരു ഭാഗം വളരെ സിമ്പിൾ ആയിട്ട് കാണും, ഗോ വിത്ത് ഫ്ലോ പോലെ പോകും. എന്നാ അതിനിടയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ള ചിട്ടയും കൂടെ വേണമെന്ന് ഉണ്ടോ ശരിക്കും? ആ ചിട്ട ചിലപ്പോൾ നമുക്കൊരു ബേർഡനായി മാറും.
അത് ചിലപ്പോൾ നമുക്കത് ചില ദിവസം അത് മുടങ്ങിപ്പോയാൽ അത് പിന്നെ ഒരു സ്ട്രെസ്സായിട്ട് മാറും. അപ്പം ചിട്ടയുള്ള ആളുകൾ അങ്ങനെ പോവും. ചിട്ടയില്ലാത്ത ആളുകൾ നമ്മളെ കുറ്റം പറയേണ്ട ആവശ്യമില്ല, അവർക്ക് അതാണ് ഇഷ്ടം. ഇപ്പം ഇമോഷണൽ പേഴ്സണും ലോജിക്കൽ പേഴ്സണും ഉണ്ട് നമ്മളുടെ ഇടയിൽ. ലോജിക്കലായുള്ള ആളുകൾക്ക് ചിലപ്പം കറക്റ്റ് അവർ പ്ലാൻ ചെയ്യും, ഒരു മാസത്തേക്ക് ഇന്നത് ചെയ്യണം, രാവിലെ എഴുന്നേറ്റ് ഇന്ന ടൈം തൊട്ട് ഇത് ചെയ്യണം. ചില ആളുകൾക്ക് പ്ലാനിങ്ങേ ഉണ്ടാവില്ല. പ്ലാനിങ് ഇല്ലാത്തവർക്ക് അവർക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ലെറ്റ് ദം ലിവ് ദെയർ ലൈഫ്. അവർക്ക് എന്താണ് വേണ്ട അവർ ആ രീതി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഗോൾസിനെ പറ്റിയാണ്, എനിക്ക് എൻ്റെ ഗോൾസ് പ്ലാൻ ചെയ്യാൻ ഇഷ്ടമാണ്. അത് ഞാൻ ഹെൽത്തിലാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഗോൾസ് ആദ്യം പ്ലാൻ ചെയ്യുക റിലേഷൻഷിപ്പിലാണ്. റിലേഷൻഷിപ്പ്, ഹെൽത്ത്, കരിയർ, മണി, ഇങ്ങനെയാണ് ഞാൻ 5 വർഷത്തേക്ക് പ്ലാൻ ചെയ്യും. ഈ ഗോളിൽ ആളുകൾക്ക് ഓരോരുത്തർ ഇപ്പൊ എൻ്റെ ഒരു ഗോൾ എന്ന രീതിയിൽ ഇതിൽ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അത് കൃത്യമായിട്ട് ശരിക്കും ഗോള് വെക്കേണ്ടത് ഈ രീതിയിലാണ്, അങ്ങനെയുണ്ടോ ശരിക്കും ഒരു മനുഷ്യനിൽ? ഇല്ല, അത് നിങ്ങളെ ഇഷ്ടമാണ്. ചിലവർക്ക് നിങ്ങൾ എന്തിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത്, ഞാനിപ്പോൾ റിലേഷൻഷിപ്പിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം ഞാനിപ്പം റിലേഷൻഷിപ്പിൽ മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആളുകളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആളുകളിൽ നിന്ന് ഒരുപാട് കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഗോൾ അതാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കരിയറും മണിയും വരുന്നത് ഇപ്പോൾ പ്രസന്റിൽ. ചിലപ്പോൾ നാളെ മാറിയേക്കാം. ഓക്കെ. ഇപ്പം റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഒരു 10 വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചവർ 1 വർഷം ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഡിവോഴ്സ് ആവുന്നു. അല്ലെങ്കിൽ 1 വർഷം കല്യാണം കഴിച്ചവരായാലും അറിയാത്ത അറേഞ്ച് മാരേജ് ആയാലും ലവ് മാരേജിൽ സംഭവിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അത്? റൈറ്റ് പേഴ്സണെ നമ്മുടെ ലൈഫിൽ മീറ്റ് ചെയ്യാത്തത് കൊണ്ടാണോ? ശരിക്കും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഒത്തുപോകാത്തതുകൊണ്ടാണോ? റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തുകൊണ്ടായിട്ടാണ് തോന്നുന്നത് ഇത്രയും ഡിവോഴ്സ് കേസസ് കൂടുന്നത്? അതായത് നമ്മളിലേക്ക് വരുന്ന പാർട്ട്ണർ, ഇപ്പോൾ പേരൻസ് ആണെങ്കിലും നമുക്ക് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളെല്ലാം നമ്മളെ കാർമിക് ഗ്രൂപ്പ് സോൾസ് ആയിരിക്കും. പാസ്റ്റ് ലൈഫിൽ നമ്മളുമായിട്ട് കണക്ഷൻ ഉള്ള ആളുകളായിരിക്കും. ആ കാർമിക് സോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പണി തരാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളായിട്ടാണ് വരിക. നമുക്ക് പണി തരാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ ഹസ്ബൻഡ്, വൈഫ്, അങ്ങനെ ആണ്. അപ്പോൾ അതിൽ ഈ ഒരു ലൈഫിൽ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് അവരെ ഹീൽ ചെയ്യുന്നില്ല എങ്കിൽ നെക്സ്റ്റ് ലൈഫിലോട്ടും ഇത് ക്യാരി ഫോർവേഡ് ചെയ്യും. ഇപ്പം ചില ആളുകളുടെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ തമ്മിൽ ചേരില്ല, ഡിവോഴ്സ് ആകും എന്നുള്ളത്. പക്ഷെ അത് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിലൂടെ തന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട്. പ്രാക്ടീസിലൂടെ സ്ട്രഗ്ലിംഗ് മാരീഡ് ലൈഫ് എന്ന് ശരിക്കും അവർ സ്നേഹിക്കുന്ന ലവ് അഫെയറിലോട്ട് അവർ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ശരിക്കും അവരെ ഹീൽ ചെയ്തുകൊണ്ട്, സോൾ ലെവൽ ഹീലിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ബന്ധം അത്രയും സ്ട്രോങ് ആക്കാൻ പറ്റും. എത്രയോ പേര് ഡിവോഴ്സ് ഫയൽ ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു അഡ്വക്കേറ്റ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പം അവർ പറഞ്ഞു, മാം ഞാൻ ഇന്നലെ കേസ് ചെയ്ത ഫയൽ 1500-ാമത്തെ കേസാണ്, ഡിവോഴ്സ് കേസ്. അതായത് 9 മാസം കൊണ്ട് കേരളത്തിൽ ഇത്രയും ഡിവോഴ്സ് കേസ് വന്നു, ആ ഒരു ലൊക്കേഷനിൽ മാത്രം. അപ്പം അത്രയും ആളുകൾ ഡിവോഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിവോഴ്സ് ആകുമ്പം അവർക്ക് എളുപ്പമായിരിക്കും, പക്ഷെ കുട്ടികൾക്ക് എളുപ്പമായിരിക്കില്ല സർവൈവ് ചെയ്യാൻ. ശരിയാണ്, സത്യം. അവിടെ കുട്ടികളുടെ അടുത്ത 3 ജനറേഷനാണ് അവിടെ നശിക്കുന്നതെന്ന് പറയുന്നത്, ഒരു കപ്പിൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ. സ്റ്റഡീസ് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈഫ് പാർട്ണറെ മാറി മാറി ചൂസ് ചെയ്യാതെ ഇപ്പോൾ ഉള്ള ലൈഫ് പാർട്ണറായിട്ട് എങ്ങനെ ബന്ധം മെച്ചപ്പെടുത്താമെന്നുള്ളത് ചിന്തിക്കുക. കാരണം നമ്മളെ എനർജി ലെവലിൽ, സോൾ ലെവലിൽ നമ്മളെല്ലാവരും ഒന്നാണ്. ഈ ഐ എന്നുള്ള ഫാക്ടർ എടുത്തു മാറ്റിയാൽ നമ്മൾ ഇവിടെ കാണുന്ന എല്ലാവരും ഒന്നാണ്. ഇപ്പം ഐ ആം എ മൈൻഡ് പവർ കോച്ച്, അല്ലെ ഐ ആം എ ഡെന്റിസ്റ്റ്, ഐ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല. ആ ഐ പോയി കഴിഞ്ഞാൽ നമ്മളില്ല. നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മളെല്ലാവരും വന്നത് ഒരു സ്ഥലത്തു നിന്നാണ്. അപ്പം പരസ്പരം മനസ്സിലാക്കുക, പരസ്പരം നമ്മൾ തന്നെയാണ്, നമ്മളുള്ള എനർജിയാണ് ഹസ്ബൻഡിലുള്ളത്, കുട്ടികളിലുള്ളത്. അപ്പം നമ്മളെ ഹീൽ ചെയ്യുന്ന പോലെ അവരെ ഹീൽ ചെയ്യുക. സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. ഒരുപാട് പേരുടെ ജീവിതം സത്യത്തിൽ മാറുന്നുണ്ട്. ഇനിയും ഒരുപാട് പേരുടെ ജീവിതം മാറ്റാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മളെപ്പോഴും വിഷ് നമുക്കത് പറയാൻ പാടില്ല എന്നുണ്ടോ? ആഗ്രഹങ്ങൾ ആളുകളുടെ അടുത്ത് പറഞ്ഞാൽ നടക്കില്ല എന്ന് പറയുന്നവരുണ്ട്, എപ്പോഴും സൈലന്റ് ആയിട്ട് വെക്കണം എന്ന് പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് ചോദിക്കാം. എപ്പോഴും അതും നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവും വിശ്വാസമാണ്. ഇപ്പം ഞാനിപ്പം എൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അപ്പം ആളുകൾ കണ്ണുവെക്കോ അല്ലെങ്കിൽ ഈവിലായി അതൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞാനത് വിശ്വസിക്കുന്നുണ്ട്, അത് നടക്കും. അങ്ങനെ ഈവിലായി ഉണ്ട്, ആളുകൾ എന്നെ അങ്ങനെ പറയുന്നു എന്നാണ് എൻ്റെ വിശ്വാസമെങ്കിൽ അത് ഉറപ്പായിട്ടും നടക്കും. അതല്ല എൻ്റെ കാലിബർ ഇതാണ്, അത് ഞാൻ നടത്തിയിരിക്കും എന്നാണ് എൻ്റെ സ്ട്രോങ് ബിലീഫെങ്കിൽ ഒരു ആൾക്കും തടയാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഫ്രീക്വൻസി ഞാൻ നോക്കണം. ഒരാൾക്കും എന്നെ തടയാൻ പറ്റില്ല, ഞാൻ അത്രയും സ്ട്രോങ് ആണ് എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ നെഗറ്റീവ് കാര്യങ്ങളാണ് ചെയ്യുന്നത്, നെഗറ്റീവ് കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ എൻ്റെ ഓറ വീക്കാവും.
ഓറ വീക്കാവും ഈവിളായി വരും. ഓക്കെ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ. അതെ. ഓക്കെ, അതാണ് മൈൻഡ് പവർ കോച്ച്. അപ്പം മൈൻഡ് പവറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മൈൻഡ് പവർ ആണ് എല്ലാം അല്ലേ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് ഇതിലൂടെ തന്നെയാണ്. സോ ഒരുപാട് പേരുടെ ലൈഫ് ഇതോടെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനിയും മാറ്റങ്ങൾ സംഭവിക്കട്ടെ, ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഒരു വലിയ ഒരു ഡ്രീം മനസ്സിലുണ്ടാവുമല്ലോ, അപ്പം അത് സാധിക്കട്ടെ എന്നൊക്കെ ഞാൻ വിഷ് ചെയ്യണം. ഒരുപാട് സന്തോഷം സംസാരിക്കാനും കാണാനും പറ്റിയില്ല. താങ്ക് യു.